നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ DIY സ്കിൻ കെയർ ചലഞ്ചിൽ ഡേ 4 ആണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഫേസ് മസാജ്. ഇത് ഫേസ് മസാജ് എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു എന്താ പറയാ, ചുമ്മാ അത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നും. പക്ഷേ അത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതിന്റെ ഗുണങ്ങൾ ആദ്യം പറഞ്ഞുതരാം. അപ്പം നമുക്ക് അതിൻ്റെ നമുക്കത് കാണാൻ തോന്നും. ഗുണങ്ങൾ കേട്ടാൽ നമ്മുടെ ഫേസ് കുറേ കൂടി നീര് വെച്ച് ഇങ്ങനെ പഫി ആയിട്ടിരിക്കണ മാതിരി തോന്നില്ലേ, അത് നല്ല രീതിക്ക് തന്നെ റെഡ്യൂസ് ആവും. പിന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സംഭവം കിട്ടും. എന്താണ്? ഗ്ലോ. ഫേസ് ഗ്ലോ കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്, നാച്ചുറലി ഉള്ളിൽ നിന്ന് കിട്ടാനായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫേസ് മസാജ്. ഫേസ് ഒന്ന് ലിഫ്റ്റ് ആവും. നമ്മുടെ ജോ ലൈൻ, നമ്മുടെ ചീക്ക് ബോൺസ്, കോളർ ബോൺസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഒന്ന് ലിഫ്റ്റായിട്ട് നിൽക്കണ മാതിരി നമുക്ക് തോന്നിക്കും. അതായത് നമ്മൾ ഈ എന്താ പറയുക, ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ സിനിമ നടികൾ, നടന്മാർ, ഇവരൊക്കെ ഒരു ഫേസിൽ പ്രത്യേകിച്ച് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ബോൺസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷാർപ്പനായി ഒന്നൊരു എന്താ പറയുക, ലിഫ്റ്റായിട്ട് നിൽക്കണ മാതിരി തോന്നില്ലേ? അതിനൊരുപാട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അത് ചിലരെടുക്കും, ചിലരെടുക്കില്ല. ചിലർ നമുക്ക് ഇതുപോലെയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഈ ഫേസ് മസാജിന് എടുക്കണ സംഭവം, ക്രീമോ ജെല്ലോ ഓയിലോ ഏതാണെങ്കിലും അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം കൂടി കിട്ടും. അപ്പം നമ്മൾ ഇന്ന് ഒരു ക്രീം അല്ലെങ്കിൽ ഒരു മസാജ് ജെല്ല് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു മസാജ് കാണിക്കുന്നത്. അപ്പം എനിക്കറിയാവുന്നതും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണത്, അതായത് നമുക്ക് കുറേ അധികം സമയം 5 മിനിറ്റ് 6 മിനിറ്റിലൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റണതായിട്ടുള്ളതും നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ടുള്ള കുറച്ച് കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം മസാജ് ജെല്ല് പ്രിപ്പയർ ചെയ്യാം. ഓൾറെഡി ഞാൻ 3-4 കുറച്ചധികം ജെല്ലുകൾ കാണിച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് നോക്കി അത് ചെയ്യുന്നവരാണെങ്കിൽ അതന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് പുതിയതായിട്ട് ഇത് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിന്ന് കാണിക്കുന്ന ഈ ജെല്ലിന്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ പാട് കുറയ്ക്കാൻ, നാച്ചുറലി നല്ലൊരു ബ്രൈറ്റനിങ്ങിന്, അതുപോലെ തന്നെ ഗ്ലോയിങ്ങിന്, ഇതൊക്കെ കൂടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ ബെനിഫിറ്റും കൂടി ഉണ്ടാവും. പിന്നെ ഇത് പിമ്പിൾസ് വരത്തില്ല, കാരണം ഒരു ജെൽ മാതിരിയാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഒരു പാൻ എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യണ ഈ ഒരു ജെല്ല് നമുക്ക് ഏകദേശം ഒരു 1 മന്ത് ഒക്കെ ഉണ്ടാവും ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് റോസ് പെറ്റൽസ് ഇല്ലേ, റോസാപ്പൂവിന്റെ ഇതളുകൾ, ഇത് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, ഡ്രൈ ആയിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ റോസാപ്പൂ ഉണ്ടെങ്കിൽ അത് ഉണക്കാനൊന്നും നിൽക്കണ്ട. അത് അങ്ങനെ പൊട്ടിച്ച് ഒരു 2-3 റോസ് ഉണ്ടെങ്കിൽ 2 റോസ് ഒക്കെ നമുക്കൊരു പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രക്തചന്ദനത്തിന്റെ പൗഡർ ഇല്ലേ, അത് നമുക്ക് ഞാൻ ഇട്ട് ഞാൻ പൗഡർ ഇടണം കേട്ടോ. കാരണം ഇതിന്റെ റോ മെറ്റീരിയൽ, അതായത് റോ ഹെർബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് നിങ്ങൾ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കണം, കുറച്ചും കൂടി അത് ഇഫക്റ്റീവ് ആവുക. ഇത് പൗഡർ ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ റെഡിയാക്കുന്ന സമയത്ത് ഇടണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ സോക്ക് ചെയ്തും ചെയ്യാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മഞ്ചിഷ്ട പൗഡർ എടുത്തിരിക്കണേ. അപ്പൊ നല്ല കളറാണ് ഇതിന് കേട്ടോ. കാരണം രക്തചന്ദനവും കളറുണ്ട്, റെഡ് കളർ ഉണ്ട്, മഞ്ചിഷ്ട നല്ല റെഡ് കളറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളറാവും. 3 ഇൻഗ്രീഡിയന്റ് ആണ്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ ഇതൊന്ന് കഷായാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. തലേ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സോക്ക് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാൻ യാതൊരു കുഴപ്പമില്ല. പിന്നെ റോ ഹെർബ് ആണെങ്കിൽ നിങ്ങൾക്കിത് റോ ഹെർബ് ആണെങ്കിൽ ഉറപ്പായിട്ട് തലേന്ന് ഇടണം, വെള്ളത്തിലിട്ട് വെക്കണം. കാരണം അതിന്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങണമെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ ഇത് തിളപ്പിച്ചിട്ടുണ്ട്. ഈ 1 ഗ്ലാസ് വെള്ളം നമ്മൾ 4 ടീസ്പൂൺ വെള്ളമാക്കിയിട്ട് മാറ്റാം കേട്ടോ. അപ്പൊ അത്രയും നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ വറ്റിച്ച് ആ കഷായ രൂപത്തിലാക്കി കൊണ്ട് എടുക്കുക. അപ്പൊ ഞാനിവിടെ പിന്നെ നമ്മൾ പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ തുണിയിൽ വേണം അരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഭയങ്കര തെരിതെരിപ്പ് ഉണ്ടാവും. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല, അപ്പൊ സ്ക്രബിങ് ഇഫക്റ്റ് വരും. അപ്പൊ പൗഡർ എടുക്കണമെന്നുണ്ടെങ്കിൽ തുണിയിൽ വേണം അരിച്ചെടുക്കാനായിട്ട്, അരിപ്പയിൽ അരിക്കരുത്. ഓക്കെ. അപ്പോൾ അതെ നമുക്ക് ഇനി അത് 4-4.5 ടീസ്പൂൺ എടുത്തേക്കുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ നിലാസെറപ്സിന്റെ അലോവേര ജെൽ ഇട്ട് കൊടുക്കണേ. 2 വലിയ സ്പൂൺ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് റോസ് പെറ്റൽസിന്റെ പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. റോസ് പെറ്റൽസ് നിർബന്ധമില്ല, നല്ലതാണ് നമ്മുടെ സ്കിന്നില്, ഫേസിന് ഭയങ്കര ഇഫക്റ്റീവ് ആണ്, നല്ലതാണ്, ചുളിവിനും ഒക്കത്തിനും നല്ലതാ. മഞ്ചിഷ്ടയാണെങ്കിലും ചുളിവ് മാറാനൊക്കെ നല്ലതാ. അതുകൊണ്ട് അതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പൊ ഇതേ നമ്മൾ രക്തചന്ദനാണെങ്കിൽ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നത്തെ കാര്യം, നിങ്ങളുടെ ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഒരു 10 തുള്ളി ആൽമണ്ട് ഓയിൽ, പിന്നെ നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഗ്ലിസറിൻ, ഇതൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോ ഇത് പിമ്പിൾസ് വരുന്ന സ്കിൻ ആ ഒരു ഇതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇത് ചെയ്യണത്. അതായത് അവർക്ക് വേറെ കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള ഓയിൽ പോലത്തെ കാര്യങ്ങൾ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഈ 3 ഇൻഗ്രീഡിയന്റ് പ്ലസ് നമുക്ക് അലോവേര ജെല്ല് മാത്രമാണ്. പിന്നെ നമുക്ക് കുക്കുംബർ ജെല്ലൊക്കെ ചെയ്യാം കേട്ടോ. കുക്കുംബർ നമ്മൾ നന്നായിട്ട് കഴുകി വെടുപ്പാക്കി അതിന്റെ ജ്യൂസ് എടുത്ത് നമ്മൾ അലോവേര ജെല്ലിൽ മിക്സ് ചെയ്ത് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം.
ഇതിപ്പോ ഫ്രിഡ്ജിൽ വെക്കണ്ട, നമുക്ക് പുറത്ത് വെക്കാം, കേടാവില്ല കേട്ടോ. 1 മാസത്തോളം പുറത്ത് തന്നെ ഇരുന്നു, ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാം ഫ്രിഡ്ജിൽ. അപ്പൊ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു കൂളിംഗ് എഫക്ട്. ഇപ്പൊ ചൂടല്ലേ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, വെക്കാറുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇതൊരു മാസത്തോളം പുറത്തിരിക്കും, കേടാവാണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പിന്നെ ഇനി ഇത് മസാജ് ടെക്നിക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതേ നമ്മുടെ ജെല്ല് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെറിയ ടിന്റ് ഉണ്ടാവും, അതായത് ഒരു കളർ ഉണ്ട്, നിങ്ങൾ കാണണമല്ലോ. നമ്മൾ ഇട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങനെ കളർ കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ റോസ് പെറ്റൽസിന് യാതൊരുവിധ നിർബന്ധമില്ല വേണമെന്ന്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഒക്കെ പൗഡേഴ്സിന്റെയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താ പറയാ, നേരിട്ട് കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം. ഇപ്പൊ റോസ് പെറ്റലിന്റെ പൗഡറാണ് കിട്ടണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നത്തെ കാര്യം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നുമില്ല, വീട്ടിൽ അടുക്കളയിൽ കിട്ടുന്നതാണെങ്കിൽ കുക്കുംബർ എടുക്കുക, നല്ല രീതിക്ക് തന്നെ ഒന്ന് കഴുകി അതിന്റെ തൊലി കളഞ്ഞ്, അല്ലെങ്കിൽ തൊലിയോട് കൂടി നല്ല വൃത്തിയാക്കിയിട്ട് അടിച്ച് അതിന്റെ ജ്യൂസ് കുറച്ചെടുക്കുക. അതായത് ഒരു 2 ടീസ്പൂൺ എടുക്കുക, അലോവേര ജെല് മിക്സ് ചെയ്യുക. നമ്മളൊരു നല്ലൊരു എന്താ പറയുക, കൂളിംഗ് എഫക്റ്റും കൂടി തരുന്നതും സ്കിന്നിലെ കുറച്ചും കൂടി ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു മസാജ് ജെല്ല് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ടും ക്യാരറ്റ് വെച്ചിട്ടും നമുക്കിത് ചെയ്യാം. അതൊക്കെ നമുക്ക് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ആയുർവേദമായി, കുറച്ചും കൂടി എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ആയി, അതുപോലെ തന്നെ കുറച്ച് ഹെർബലായി, കുറച്ചും കൂടി നമുക്ക് ബ്രൈറ്റനിങ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കാണിച്ചത്. ഇങ്ങനെ ഇൻഗ്രീഡിയൻസും അത്ര വലിയ പാടൊന്നുമില്ല, നമുക്ക് അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വീട്ടിലടുത്തുള്ള കടകളിലും പെട്ടിക്കടയിലൊക്കെ കിട്ടും, ഇങ്ങനെ മരുന്ന് കടയിൽ നിന്ന്. അപ്പൊ ഇതേ സംഭവം ഇതാണ്. ഇനി 3-4 കാര്യങ്ങൾ നമ്മൾ മസാജ് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഫേസ് നമ്മൾ ക്ലീൻ ആവണം. ഇതിപ്പോ നമുക്ക് മോർണിംഗ് സ്കിൻ കെയർ നേരെ ഉണ്ടെങ്കിൽ സ്കിൻ കെയറിന് മുന്നേ ഇത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ പോണൊക്കെ തൊട്ട് മുന്നേ നമുക്കിത് ചെയ്യാം. പിന്നത്തെ കാര്യം, നമുക്ക് നൈറ്റ് സ്കിൻ കെയറിന് മുന്നേ ചെയ്യാം. ഇങ്ങനെ 3 സമയത്തിലും ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യം, ഇതിലിപ്പോ എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ചും കൂടി ഭയങ്കര എക്സ്ട്രാ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 ഡ്രോപ്പ് നമ്മുടെ എന്താ പറയുക ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിനോ ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഓയിലി സ്കിൻ ടൈപ്പ് ആണ്, പിന്നെ കൂടുതൽ പേർക്കും അങ്ങനെ ഒരു ടൈപ്പ് ആണെന്നുള്ളത് കൊണ്ടും പിമ്പിൾസ് കാര്യങ്ങളൊന്നും ആർക്കും വരാണ്ടിരിക്കട്ടെ എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടും ഞാനത് ആഡ് ചെയ്യണില്ല. നിങ്ങൾക്ക് ഓക്കെ ആണ്, ഓയിലൊന്നും പ്രശ്നമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു 2-3 അല്ലെങ്കിൽ ഒരു 5-6 ഡ്രോപ്പെങ്കിലും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിൽ വെക്കാം കേട്ടോ. ഇത് പുറത്ത് വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണ ഒരു തണുപ്പൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യണ ഓരോ മസാജില്ലേ അത് 10 to 15 തവണയെങ്കിലും ചെയ്യണം. അതാണ്, വെറുതെ 1-2 തവണ അങ്ങനെ പറ്റില്ല. 1, 2, 3, 4 അങ്ങനെ ഒരു 10 തവണ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാലാണ് നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴാണ് അതിന് ഗുണം കിട്ടുക. പിന്നെ ഇതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടണമെങ്കിൽ പിന്നത്തെ കാര്യം, ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം. എന്നിപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കുളിക്കണേ മുന്നാണ് ഏറ്റവും എളുപ്പം, കാരണം നമുക്ക് അങ്ങനെ കഴുകിയും കളയാം. പിന്നെ സ്കിൻ കെയറിന്റെ സമയത്തൊക്കെ ചിലപ്പോൾ എടുപിടിന്നൊക്കെ ആവും ചെയ്യുക, കാലത്താണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും. അപ്പോൾ കുളിക്കാൻ പോണ നേരത്താണ് എനിക്കെപ്പോഴും കൂടുതൽ ആ ഒരു രാവിലെ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രീ ആയിട്ട് തേച്ച് പിടിപ്പിച്ചൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കുളിക്കുക, വന്ന് മോർണിംഗ് സ്കിൻ കെയർ ചെയ്യുക. അങ്ങനെയാണ് എൻ്റെ റുട്ടീൻ. വൈകുന്നേരത്തൊന്നും പറയാൻ പറ്റില്ല എപ്പോഴും ചെയ്യണം, എന്താ ചെയ്യണമെന്നും. ഉണ്ണിയുള്ള കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ല, എങ്ങനെയാണ് അവരുടെ മൂഡനുസരിച്ചിരിക്കും നമ്മുടെ കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പൊ പിന്നത്തെ കാര്യം എന്ന് പറയണത്, ഇത് ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കണം. എന്ത് കാര്യം ഫേസിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത്, അതായത് ഫേസ് വാഷ് കഴുകി ഫേസ് വാഷ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ഗുണങ്ങളുടെ ആ ഒരു ഇതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നൈറ്റ് ക്രീമൊക്കെ ആയിട്ട് ഇടാം കേട്ടോ. ഫേസിൽ നന്നായി വാഷ് ചെയ്ത് ആഴ്ചയിൽ 1-2 തവണയൊക്കെ ആയിട്ട് നമുക്ക് നൈറ്റ് വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ വാഷ് ചെയ്ത് കളയുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത്രയും നല്ല ഇൻഗ്രീഡിയൻസ് ആണ്, എഫക്റ്റീവ് ആണ്. ഞാൻ എൻ്റെ മുടി ഒന്ന് കഴുത്തിന്നൊക്കെ ഒന്ന് എടുത്ത് കെട്ടുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് അറിയാം, ഞാനിപ്പോൾ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് നേരെയാണ് വീഡിയോ എടുക്കണേ. അതായത് അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ കുളിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വന്ന് മുഖം കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു ചെറിയൊരു ടിൻറ്റഡ് ഒരു ലിപ് ഗ്ലോസ് ഇട്ടിട്ടുണ്ട്, അത്രേ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്യണ്ട വന്നിട്ടുള്ളതേ, ഒരു കാര്യമില്ല ഫേസിൽ. ഓക്കെ, അപ്പം നമ്മൾ ഫേസ് കഴുകിയിരിക്കണം. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നെക്കും കൂടിയിട്ട് നമ്മൾ നെക്ക് മിസ്സാക്കരുത് കേട്ടോ. നെക്കും ഫേസും ഒരുപോലെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊരു നൈറ്റ് ക്രീമൊക്കെ ആയിട്ട് ഇടാൻ പറ്റുമെന്ന് തോന്നും. നൈറ്റ് ക്രീമായിട്ട് ഇടണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, യാതൊരു കുഴപ്പമില്ല. ചെറിയൊരു മഞ്ഞ കളർ മാതിരി ഉണ്ടാവും, അതൊരു ഓറഞ്ച് കലർന്ന മഞ്ഞ. അത് നിങ്ങൾ രാവിലെ എനിക്കുമ്പോൾ കഴുകിയാൽ പോകുന്നതുള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ, യാതൊരു കുഴപ്പമില്ല. നല്ല ഗുണങ്ങളുള്ള ഒരു ജെല്ലാട്ടോ അത്. ഇപ്പം നമ്മളെല്ലാവരുടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുളിക്കാൻ പോണേ മുന്നേ ആണ് ഞാൻ ചെയ്യുക.
ഞാൻ കുക്കുംബർ ജെല്ലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഭയങ്കര നല്ലതാണ് വീട്ടിൽ കുക്കുംബർ. ഞാൻ അപ്പോൾ അത് കാണിക്കാത്ത, ഇവിടെ കുക്കുംബർ തീർന്നു, സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ട സമയമായി, ഈ മാസത്തെ പോയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിയിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാത്തത്. നിങ്ങൾ കുറേ പേര് ചോദിച്ചിരുന്നു ഭയങ്കര കുരു വരുന്ന ഓയിലി സ്കിന്നാണെന്നൊക്കെ. ഓയിലി സ്കിന്നുകാർ പിന്നെ അങ്ങനെ ഭയങ്കരമായ മസാജ് കൊടുക്കേണ്ട കാര്യമില്ല. ഓയിൽ സ്കിന്നല്ല, കുരുള്ളവർക്ക് കുരുമ കിടന്ന് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴേ കുരുന്നൊന്നും കൂടി ഇറിറ്റേറ്റ് ചെയ്യണ മാതിരിയാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇടയ്ക്കൊക്കെ കൊടുത്താൽ മതി. കുരുവിൻ്റെ മേളിലധികം കിടന്ന് കളിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് പോസുകൾ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് മസാജ് ചെയ്യണത് നമ്മുടെ കോളർ ബോണിനെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് നമ്മുടെ എന്താ പറയുക ജോ ലൈൻ വരെ ഒരു 10 തവണ ഒരു സൈഡിലും അപ്പുറത്തെ സൈഡിലും ഒരു 10 തവണ നമുക്ക് ഇതുപോലെ നമ്മുടെ കോളർ ബോൺ തുടങ്ങിയിട്ട് വേണം കേട്ടോ മുകളിലേക്ക്. അപ്പൊ നമുക്ക് നെക്കിന് ചുളിവുകളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും ഒക്കെ നല്ലതാ. നല്ലൊരു എന്താ പറയാ ആ ഒരു ഇഫക്റ്റീവ് ആണ് ഈ ഒരു ടെക്നിക്ക്. പിന്നെ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും നമ്മുടെ മിഡിൽ ഫിംഗറും കൂടിയിട്ട് ജസ്റ്റ് നമ്മൾ ഇതുപോലെ നമ്മുടെ ഇയറിന്റെ അവിടേക്ക്, ചെവിയുടെ അവിടേക്ക്, നടുവിരലും ചൂണ്ടുവിരലിന്റെ ഇടയിൽ നമ്മുടെ ജോ ലൈൻ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പതുക്കനെ ഒരു 10 തവണ 2 സൈഡിലും ആക്കി കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ ജോ ലൈനൊക്കെ നല്ല ഷാർപ്പ് ആവാനും അതുപോലെ തന്നെ ഒന്ന് ലിഫ്റ്റ് ആവാനും ഒക്കെ ഇതിന് സഹായിക്കും. പിന്നത്തെ നമ്മള് അതൊരു 10 തവണ വേണം കേട്ടോ ചെയ്യാനായിട്ട്. കുറഞ്ഞത് 10 തവണ വേണം. അതാണ് ഏറ്റവും നല്ലത്. എന്നാലും നമുക്ക് ആ ഒരു ഗുണം കിട്ടുള്ളൂ. ഇത് മാതിരി കണ്ടില്ലേ, അത് നമുക്ക് ആ ഒരു ഈ ചെവിയുടെ അവിടേക്ക്. പിന്നെ നമ്മുടെ കണ്ണിലാണ്. അത് ജസ്റ്റ് നമ്മളിങ്ങനെ മസാജ് ചെയ്യണ്ട, ജസ്റ്റ് നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സർക്കുലർ പോലെ മോഷനിൽ നമ്മൾ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക, വൃത്താകൃതിയിൽ ഇങ്ങനെ അങ്ങനെ ഡാബ് ചെയ്താൽ മതി. ഭയങ്കര കൂളിംഗ് എഫക്റ്റ് തോന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ. നല്ല സുഖം കേട്ടോ. എസ്പെഷ്യലി ഈ ഒരു ചൂടുകാലത്തൊക്കെ ഭയങ്കര നല്ലതാ. ഇനി അടുത്തത് നമ്മുടെ നെറ്റിയാണ്. നെറ്റിയുടെ ഫസ്റ്റ് നമുക്ക് ചുളിവ് വരും. നമ്മളെപ്പോഴും നെറ്റി ചുളിക്കണം. ഞാനൊക്കെ പ്രത്യേകിച്ച് നെറ്റി ചുളിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇത് മാതിരി ഒന്ന് നമ്മുടെ ചെവിയുടെ അവിടേക്ക് ഒന്ന് മസാജ് ചെയ്തൊന്ന് എത്തിക്കാം. അവിടെ ചെറിയൊരു പ്രഷർ കൊടുക്കുക ചെവിയുടെ അവിടെ, അത്രേ ഉള്ളൂ. അതും 10 തവണ തന്നെ ചെയ്യാം കേട്ടോ. അത് നല്ലതാണ് നമുക്ക് ആ ഒരു ചുളിവിനും നമ്മുടെ ഫൈൻ ലൈൻസിനൊക്കെ കുറയ്ക്കാനൊക്കെ. പിന്നെ നമുക്ക് നമ്മുടെ ചീക്ക് ബോൺ ഇല്ലേ, അതിനെ നമുക്ക് നമ്മുടെ ഈ 2 ഫിംഗറിന്റെ ഇടയിലാക്കിയിട്ട് ചെവിയുടെ അവിടേക്ക് ഒന്ന് പതുക്കനെ. അപ്പൊ നമുക്ക് ആ ഒരു നല്ലൊരു ഷേപ്പ് കിട്ടും ഫേസിന്. നമുക്ക് ആ ഒരു നമ്മൾ ഈ എന്താ പറയുക കോണ്ടൂറൊക്കെ ചെയ്യണതിന്റെ ആ ഒരു ഇഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു രീതിയിൽ നമുക്ക് ആ നല്ലൊരു ചീക്ക് ബോണൊക്കെ നന്നായി ഇങ്ങനെ ഷാർപ്പായി ലിഫ്റ്റായി നല്ല ഇതായിട്ട് നിൽക്കും. പിന്നെ അവിടെ നമുക്ക് ചെറിയ ഫൈൻ ലൈൻസ് ഒക്കെ നമുക്ക് വരില്ലേ മൂക്കിന്റെ അവിടെയൊക്കെ ഇങ്ങനെ സ്കിന്ന് തൂങ്ങണ മാതിരി, അതൊക്കെ മാറും. പിന്നെ നമ്മൾ ഇത് മാതിരി മൊത്തത്തിൽ നമ്മുടെ ഫേസിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു 10 തവണ അല്ലെങ്കിൽ ഒരു 15 തവണ ഇങ്ങനെ മൂക്കിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അതും നല്ലതാണ്. പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാ കേട്ടോ. ഇത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലത്തെ ജെല്ല് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടണം. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അബ്സോർബ് ആയി കഴിഞ്ഞാൽ സ്കിന്ന് കുറച്ച് ഡ്രൈ ആയി മാതിരിയാവും. അപ്പൊ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ നമ്മൾ ചെയ്യരുത്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ നെക്സ്റ്റ് ആ ഒരു ജോ ലൈനിൽ നമ്മുടെ നെക്കിന്റെ കോളർ ബോണ്ട് അവിടേക്ക് ഒന്ന് താഴത്തേക്കും കൂടി ചെയ്യാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് മുകളിലേക്കല്ല ചെയ്തത്, അവസാനം നമ്മളൊന്ന് താഴത്തേക്കും കൂടി ഒരു 10 തവണ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കൊരു 2 ദിവസം നമ്മളൊന്ന് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാതെ ചെയ്യാൻ പറ്റും. 1 ദിവസം കൊണ്ട് തന്നെ പഠിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ മസാജ് ചെയ്യണ ആ ഒരു രീതികൾ കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടെക്നിക്കുകളാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളെ ഫേസിൽ ഈ ഒരു ജെല്ലുണ്ടല്ലോ, ഇത് പെട്ടെന്ന് ഇങ്ങനെ അബ്സോർബ് ആയി കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റ് ആവും ഫേസ്. അപ്പം കിടന്നിട്ട് നമ്മൾ ഇങ്ങനെ കിടന്നിട്ട് ഉരയ്ക്കരുത്. അപ്പം ഭയങ്കര ഒരു ഡ്രൈ, അതായത് ഫേസിൽ ഒന്നുമില്ലാത്ത ഒക്കെ അബ്സോർബ് ആയി കഴിഞ്ഞാൽ ഫേസ് കുറച്ചും കൂടി ഒരു എന്താ പറയുക കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ആക്കരുത്. വേണമെങ്കിൽ കുറച്ചും കൂടി ജെല്ല് നമുക്കൊരു കുറച്ചും കൂടി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരം ആക്കും. ഒരു 6-7 മിനിറ്റ് മതി ശരിക്കും പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണങ്ങി പോയി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുത്ത് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. പിന്നത്തെ കാര്യം എന്താ, ചെയ്ത് കഴിയുമ്പോൾ ഫേസിൽ നമ്മൾ ഒരു ചെറിയൊരു യെല്ലോ ടിൻ്റ് ഉണ്ടാവുക. നമ്മൾ കണ്ണിന് ചുറ്റിട്ടിട്ട് വല്ലാണ്ടിട്ടിട്ട് ഇങ്ങനെ വരയ്ക്കാത്ത ആ ഡാബ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ മാത്രമായിരിക്കും ഉണ്ടാവുക. ബാക്കി അല്ലാതെ അത്യാവശ്യം നമുക്ക് അബ്സോർബായി സ്കിന്നിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഈ കോളർ ബോണില്ലേ, നമ്മുടെ കോളർ ബോണിൻ്റെ അവിടെ വരെ നമ്മൾ ചെയ്യണം. അത് മുകളിലേക്കാണെങ്കിലും താഴത്തേക്ക് ചെയ്യുന്നതാണെങ്കിലും, എന്നാലാണ് നമുക്ക് ഫേസ് സ്വെല്ലിങ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ പഫിനെസ് പിന്നെ നമുക്ക് വിചാരിച്ച ഗുണങ്ങളൊക്കെ കിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ ഈ ഒരു കോളർ ബോണ്ട് അവിടെ വരെ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളാണ്. എന്നും ചെയ്യാൻ പറ്റണതാ. നമ്മൾ 1-2 ദിവസം നമ്മളൊന്ന് പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ സ്വയം അത് നമുക്ക് കറക്റ്റ് വരും തന്നെ. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോർഷൻസ് നമ്മുടെ ഈ ഒരു ഇയറിൻ്റെ ഈ ഒരു സൈഡ്, അതുപോലെ ചീക്ക്, കോളർ ബോൺ, അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോൻ്റെ ഈ ഭാഗം, അതുപോലെ നമ്മുടെ ഇത്രയും ഭാഗം, പിന്നെ ലാസ്റ്റ് മൊത്തത്തിലുള്ളൊരു
എന്താ പറയുക, ഇത് അത്രയും ഫേസ് ഫുൾ കവർ ചെയ്യുക, അത്രയും കുറച്ച് കാര്യങ്ങൾ മതി. അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടും. പിന്നെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ലോണം ടൈറ്റ് ആവുകയും ഒക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു ഇട്ടിട്ടുള്ള ജെല്ല് ഭയങ്കര ഇഫക്റ്റീവാണ്. കുറച്ച് നേരം നിന്നിട്ട് കുളിച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് അത്രയും നല്ലതാണ്. ഇപ്പം എന്നും എല്ലാവർക്കും ഫേസിൽ എണ്ണ തേച്ചൊന്നും നിന്ന് കുളിക്കാൻ പറ്റുന്ന ടൈപ്പ് ആവില്ല സ്കിൻ ടൈപ്പ്. ഇപ്പോൾ ഒരു പകുതി മുക്കാൽ പേരും എണ്ണ തേച്ച കുരു വരുന്നവരായിരിക്കും. ശരിയാണ്, എണ്ണ അതായത് ഓയിൽ ടൈപ്പുകൾ നമ്മുടെ നോൺ കോമഡോജനിക് അല്ലെങ്കിൽ കോമഡോജനിക് ആണ് കൂടുതൽ. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മുടെ അതിലിരുന്ന് ക്ലോഗായി അത് കുരുവായി പൊട്ടി ആകെ പിമ്പിൾസ് നിറയാനുള്ള സാധ്യത കൂടുതലാണ് എണ്ണ ഇടുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ ഇടുന്നവരുണ്ട് ഒരുപാട് പേര്, അവർക്ക് കുഴപ്പമില്ലാത്തവർക്ക് ഇടാം. അത് നല്ല ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ പറ്റാത്തവർക്കാണ് ഇത് ഞാൻ പറഞ്ഞത്, കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ ആ ഗുണം കൂടി കിട്ടും. അപ്പം ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കുക. അപ്പം സ്കിന്നിലൊന്നുമില്ല, സ്കിന്നിങ്ങനെ ഡ്രൈ മാതിരി ഇരിക്കണേ. ഓക്കെ, ആ കണ്ണിന് ചുറ്റും മാത്രമേ ചെറിയൊരു നനവായിട്ട് എനിക്ക് ഫീൽ ചെയ്യണുള്ളൂ. ബാക്കിയൊക്കെ ഡ്രൈ ആയി, പിന്നെ ഈ ഭാഗത്തും. അപ്പം ഒന്ന് കഴുകട്ടെ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്കിന്നിൽ നല്ലോണം ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്നും ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങൾ ഗുണം കിട്ടുള്ളൂ. കാരണം നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പിടിച്ച് വരണമെങ്കിൽ സമയം എടുക്കാൻ കുറച്ച് സമയം കൊടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമയം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 7 days ചലഞ്ചിൽ ഇത് ഉൾപ്പെടുത്തുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. എത്രത്തോളം പേർക്ക് അതൊക്കെ വിശ്വാസത്തിൽ എടുക്കും അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്രയും നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതൊക്കെ വണ്ണം വെച്ച് തടിച്ച് ഫേസൊക്കെ ആകെ ചബ്ബിയായ അല്ലെങ്കിൽ ഫേസിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇതൊക്കെ മാറി ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു വന്ന ആളെന്ന നിലയിൽ എനിക്ക് നല്ല വിശ്വാസമാണ് ഇത് നല്ല റിസൾട്ട് വർക്ക് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഫേസ് യോഗ ഒക്കെ നല്ലതാണ്, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം. പലരും അത് കുറ്റം പറയുന്നുണ്ട്, ഫേസ് യോഗ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ കാര്യം ശരിയാണ്, നമ്മൾ മെലിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാര്യം ഫേസ് നമുക്ക് സ്ലിം ആവും. അതുപോലെ തന്നെ പക്ഷെ ഫേസ് നമുക്ക് സ്ലിം ആവും തോറും വേറെ കാര്യമുണ്ട്, നമ്മുടെ സ്കിന്ന് മൊത്തത്തിലൊരു ഏജ്ഡ് ആയ മാതിരിയൊക്കെ കുറേ പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഡയറ്റിൻ്റെ കുറച്ച് കാര്യം ഉണ്ടായില്ല കേട്ടോ. നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്യുമ്പോഴേക്കാണ് പെട്ടെന്ന് ഏജ് ആയ മാതിരി. പിന്നെ ഒരു ഫാസ്റ്റ് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യണവർക്കൊക്കെയാണ് അങ്ങനെ വരിക. പക്ഷേ ഇതും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നല്ല വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു. നമുക്ക് Day 5 നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.